ആളുകൾ ചില സമയത്ത് വളരെ കോൺഫിഡന്റ് ആയി ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് ചെറുതായിട്ടെങ്കിലും തോന്നാറില്ലേ, ഓ എന്തൊരു അഹങ്കാരം എന്ന്. പക്ഷെ അത് അവർ പ്രവർത്തിച്ച് കാണിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് അഹങ്കാരമല്ല, വെറും ആത്മവിശ്വാസമായിരുന്നു എന്ന്. പൃഥ്വിരാജിനെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ഒരു 10 വർഷം മുമ്പുള്ള ഇന്റർവ്യൂസിൽ പൃഥ്വിരാജ് എന്റെ പേരിൽ മലയാളം സിനിമ പുറത്ത് അറിയപ്പെടണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിച്ചിരുന്നില്ലേ ചെറുതായിട്ടെങ്കിലും എന്തൊരു അഹങ്കാരമാണ് ഇയാൾക്കെന്ന്. പക്ഷെ ഇപ്പോ മലയാളത്തിലെ ഏറ്റവും വലിയ പ്രൊഡക്ഷൻ പൃഥ്വിരാജിന്റെ പേരിൽ മലയാള സിനിമ പുറത്ത് അറിയപ്പെടുന്ന ഒരു കാലഘട്ടം വന്നപ്പോൾ നമുക്ക് മനസ്സിലായി അത് അയാളുടെ വിഷൻ ആയിരുന്നു, അത് അയാളുടെ കോൺഫിഡൻസ് ആയിരുന്നു എന്ന്. ഈ കോൺഫിഡൻസ് എവിടുന്നാണ് വരുന്നതെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? കോൺഫിഡൻസ് വരുന്നത് നമുക്കൊരു കാര്യം പ്രാക്ടീസ് ചെയ്ത് പെർഫെക്റ്റ് ആയി അത് നമുക്ക് ഏത് ഉറക്കത്തിലും ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് ഈ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. ചില ആളുകൾ സ്റ്റേജിൽ വളരെ കോൺഫിഡന്റ് ആയിട്ട് സ്പീച്ചുകളൊക്കെ ചെയ്യും. ചില ആളുകളായിട്ട് ചില പ്രത്യേക ടാസ്കുകളായിരിക്കും വളരെ കോൺഫിഡന്റ് ആയിട്ട് ചെയ്യുന്നത്. ചിലർ കുക്കിംഗ് ആയിരിക്കും ചെയ്യുന്നത്, ചിലർ ഡ്രൈവിംഗ് ആയിരിക്കും അത്ര കോൺഫിഡന്റ് ആയിട്ട് ചെയ്യുന്നത്. എന്ത് കാര്യമാണെങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യമായിരിക്കും നമുക്ക് ആ കോൺഫിഡൻസ് തരുന്നത്. ഇന്നിപ്പോ 2025 100ാമത്തെ ദിവസമാണ്. 100 ദിവസം കഴിഞ്ഞു. ഓരോ ദിവസവും ഓരോ മണിക്കൂർ വെച്ചൊരു കാര്യം പ്രാക്ടീസ് ചെയ്തിരുന്നെങ്കിൽ നമുക്കിപ്പോ 100 മണിക്കൂറത്തെ പ്രാക്ടീസ് കൊണ്ട് നമ്മൾ അതിൽ നന്നായി പ്രൊഫഷ്യന്റ് ആയേനെ. നമ്മൾ അതിന് പകരം എന്താണ് ചെയ്തത്? നമ്മൾ ആ ദിവസങ്ങൾ വെറുതെ വിട്ടു. അത് ഇനിയും അങ്ങനെ വെറുതെ വിടാൻ പാടുണ്ടോ? ഇനിയും 265 ദിവസങ്ങൾ 2025 ഏതെങ്കിലും ഒരു സ്കില്ല് എല്ലാ ദിവസവും 1 മണിക്കൂർ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ ലോകത്തുള്ള ഒരു 90% ആളുകളെക്കാൾ ആ ഒരു കാര്യത്തിൽ എക്സ്പേർട്ട് ആവും. അപ്പോ നമ്മുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കണമെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ റിയാലിറ്റിയാണ് നമ്മുടെ കോൺഫിഡൻസ്. നമ്മളത് പ്രാക്ടീസ് ചെയ്ത് പെർഫെക്റ്റ് ചെയ്താൽ ഉറപ്പായിട്ട് നമുക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടാവും.